കേരളത്തിൽ മഴ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തെ 9 ഡാമുകളിൽ റെഡ് അലർട്ട് ഉണ്ട്. തൃശൂരിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് തുടക്കമാവുകയാണ്. സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സിനഡ് ഉദ്ഘാടനം ചെയ്യുക. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ 52 മെത്രാൻമാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സിനഡ് 29-ന് സമാപിക്കും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, മിഷണറിമാർക്കെതിരെയുള്ള കയ്യേറ്റം, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ CPM നേതൃത്വം നടത്തിയ അധിക്ഷേപം എന്നിവയെല്ലാം സിനഡിൽ ചർച്ചയായി. അവസാന ദിവസങ്ങളിലെ പൊതുചർച്ചയിലാണ് ഈ വിഷയങ്ങൾ സിനഡിൽ എത്തുക. സംവരണം നേടിയെടുക്കാനുള്ള ജാതിമാറ്റ തട്ടിപ്പിനെതിരെ നാടാർ സംഘടനകളുടെ സംയുക്ത സമരവേദി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. രാവിലെ 11 KNMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ J. ലോറൻസ് ആണ് ഉദ്ഘാടനം ചെയ്യുക. VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, NSF ജനറൽ സെക്രട്ടറി ചൊവ്വര സുനിൽ നാടാർ, ലത്തീൻ കത്തോലിക്ക രൂപതാ നേതൃത്വത്തിന്റെ നിലപാടിൽ എതിർപ്പുള്ള സമുദായാംഗങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവരാകും പങ്കെടുക്കുക. ബിഷപ്പ് ഹൌസിൽ നിന്നുള്ള സാക്ഷ്യപത്രത്തിന്റെ ബലത്തിൽ മറ്റു ജാതികളിലുള്ള നിരവധി പേർ ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് ന്യൂസ് 18 തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും അനധികൃതമായി ഉദ്യോഗം നേടിയവരെ കണ്ടെത്തി പുറത്താക്കണമെന്നുമാണ് വിവിധ സംഘടനകളുടെയും ആവശ്യം. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. തന്നെ കേസിൽപ്പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിയുണ്ടായെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേടന്റെ വാദം.